നമസ്കാരം. സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഇവിടെ സംസാരിക്കുന്ന വിഷയം അശ്വതി നക്ഷത്രത്തെ കുറിച്ചാണ്. അശ്വതി നക്ഷത്രക്കാരുടെ 2026 വർഷം ജൂലൈ മാസം 10-ാം തീയതി മുതൽ 31-ാം തീയതി വരെയുള്ള ഫലങ്ങളാണ് ഇവിടെ പറയുന്നത്. ഈ അശ്വതി നക്ഷത്രക്കാരുടെ ഒരു സ്വഭാവം പൊതുവായിട്ട് ഈ ജൂലൈ മാസത്തിൽ നടക്കാൻ പോകുന്നത് പറയുകയാണെങ്കിൽ വേഗം, ഊർജം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുന്നതാണ്. അതായത് പുതിയ കാര്യങ്ങൾ തുടങ്ങാനൊക്കെയുള്ള ഒരു ത്വര കൂടുന്ന ഒരു സമയമാണ്. ക്ഷമ കുറയുന്ന ഒരു സമയം കൂടിയാണ്. എല്ലാം ഇപ്പോൾ തന്നെ വേണമെന്നൊക്കെ തോന്നുന്ന ഒരു സ്വഭാവം കൂടിയാണ്. ചെറിയ ചെറിയ ടെൻഷനൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ വിശദമായ ഫലത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വീഡിയോകൾക്ക് ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതോടൊപ്പം തന്നെ നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര്, നക്ഷത്രം, ജന്മവർഷം, തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. നിങ്ങൾക്ക് ചെറിയ ചെറിയ യാത്രകളൊക്കെ ധാരാളം ഉണ്ടാവുന്ന ഒരു സമയമാണ്. ജോലി ആവശ്യത്തിനായിട്ടും തീർത്ഥാടനത്തിനായിട്ടും ഒക്കെയാണ് ഈ യാത്രകൾ വരുന്നത്. വിദേശയാത്ര, അതുപോലെ തന്നെ വിസ, ഇവയൊക്കെ കിട്ടുവാനായിട്ട് ശ്രമിക്കുന്നവർക്കൊക്കെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ്. ജൂലൈ അവസാനമാകുമ്പോഴേക്കും പുതിയ കോഴ്സുകളൊക്കെ പഠിക്കാൻ പറ്റിയ ഒരു സമയമാണ്. നീന്തൽ പോലെയുള്ള സ്കില്ലുകളൊക്കെ പഠിക്കാൻ പറ്റുന്ന ഒരു സമയമാണ്. നിങ്ങളുടെ വ്യാഴം 4-ൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ വീട്ടില് സന്തോഷമൊക്കെ ഉണ്ടാകുന്നതാണ്. അതുപോലെ തന്നെ പ്രത്യേകിച്ച് നിങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള സ്ത്രീകൾക്ക് നേട്ടമുണ്ടാകുന്ന ഒരു സമയമാണ്. ഭവനം മാറുക, വീട് പുതുക്കി പണിയുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ നടക്കാൻ പോകുന്ന ഒരു സമയമാണ്. നിങ്ങൾ പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് പ്രണയ കാര്യങ്ങളിൽ ധൃതി കാണിക്കരുത് എന്നുള്ളതാണ്. ജൂലൈ 10-നും 18-നും ഇടയിലുള്ള കാലഘട്ടങ്ങളില് തെറ്റിദ്ധാരണകളൊക്കെ വരാം. ഇത് ദാമ്പത്യ ജീവിതത്തിലും വന്നു ചേരാവുന്നതാണ്. പ്രണയിക്കുന്ന ആർക്കും വന്നു ചേരാവുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കുക. സഹോദരങ്ങളുമായിട്ടൊക്കെ ഒരു ചെറിയ പിണക്കത്തിനൊക്കെ ഒരു സാധ്യതയുണ്ട്. അതൊക്കെ സംസാരിച്ച് തീർക്കുന്നത് വളരെ നല്ലതായിരിക്കും. വാഹനമൊക്കെ വാങ്ങാൻ നിങ്ങൾക്ക് പ്ലാൻ ഉണ്ടെങ്കിൽ അത് ജൂലൈ 20-ന് ശേഷം വാങ്ങുന്നതായിരിക്കും നല്ലത്. നിങ്ങൾക്ക് രാഹു 11-ൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ അപ്രതീക്ഷിതമായിട്ടുള്ള ധനലാഭമൊക്കെ ഉണ്ടാവുന്നുണ്ട്. ലോട്ടറി, ഷെയർ ബിസിനസ്, അതുപോലെ തന്നെ ഓൺലൈൻ വരുമാനമൊക്കെ നിങ്ങൾക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അതേസമയം തന്നെ ചില കാര്യങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആരോഗ്യ കാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. തലവേദന, മൈഗ്രെയിന്, കണ്ണിന് അസുഖമൊക്കെ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്. വാഹനങ്ങളൊക്കെ ഓടിക്കുമ്പോൾ ചെറിയ അപകട സാധ്യതയുണ്ട്. ജൂലൈ 10 മുതൽ 15 വരെയുള്ള തീയതികളിൽ ഈ വാഹനം ഓടിക്കുമ്പോൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങൾക്ക് പുതിയ തുടക്കത്തിനൊക്കെ പറ്റിയൊരു സമയമാണ്. മെഡിക്കൽ ഫീൽഡിലും ഹെൽത്ത് കെയർ, ഓട്ടോമൊബൈൽ, സ്പോർട്സ്, ഡിഫൻസ് അതുപോലെയുള്ള മേഖലകളിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് വളരെ നേട്ടമുണ്ടാകുന്ന ഒരു സമയമാണ്. ജൂലൈ 15-ന് ശേഷം ജോലി മാറ്റത്തിനൊക്കെ ഒരു അവസരം വരുന്നതാണ്. ജോലിയൊക്കെ മാറാൻ ആഗ്രഹിക്കുന്നവർക്ക് ജൂലൈ 15-ന് ശേഷമൊക്കെ അതൊന്ന് നോക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ഇന്റർവ്യൂവിനൊക്കെ നിങ്ങൾക്ക് വിളി വരുന്നതാണ്. വേഗത്തിൽ എടുക്കുന്ന ചില തീരുമാനങ്ങൾ ചിലപ്പോൾ ദോഷമാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ആരോടും വാശിക്ക് തർക്കിക്കരുത്. ചില കേസുകളോ പ്രശ്നങ്ങളോ ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഭരണി, കാർത്തിക, രോഹിണി എന്നീ നക്ഷത്രങ്ങൾ വരുന്ന ദിവസങ്ങളിൽ പുതിയ കാര്യങ്ങളൊക്കെ തുടങ്ങുന്നതൊന്ന് മാറ്റിവെക്കുന്നത് നല്ലതാണ്. വേഗത്തില് വണ്ടി ഓടിക്കാതിരിക്കുന്നത് മറ്റൊരു നല്ല കാര്യമാണ്. പ്രത്യേകിച്ച് ജൂലൈ 10 മുതൽ 15 വരെയുള്ള ദിവസങ്ങളില് നിങ്ങള് ചുവപ്പ്, ഓറഞ്ച്, മഞ്ഞ നിറങ്ങള് നിങ്ങളുടെ വസ്ത്രത്തിൽ ഉൾപ്പെടുത്തുകയോ അല്ലെങ്കിൽ കയ്യിൽ കൊണ്ട് നടക്കുകയോ ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഇതൊരു പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് തരുന്നതാണ്. ഗണപതി, അശ്വനി ദേവതകള്, സുബ്രഹ്മണ്യൻ എന്നീ ദേവഗണങ്ങളെ പ്രാർത്ഥിക്കുന്നതും പൂജിക്കുന്നതും വളരെ നല്ലതാണ്. ചൊവ്വാഴ്ച വ്രതം എടുക്കുന്നതും നല്ലതാണ്. മറ്റ് മതസ്ഥരാണ് ഇത് കാണുന്നതെങ്കിൽ നിങ്ങളുടെ ദൈവത്തിലും മതത്തിലും വിശ്വസിച്ച് മുന്നോട്ട് പോകുക. ചൊവ്വാഴ്ച വരുന്ന ദിവസം തീർച്ചയായിട്ടും ചുവന്ന വസ്ത്രം ധരിക്കുകയോ കൈകരുതുകയോ ചെയ്യുന്നത് വളരെ ഉത്തമമാണ്. നിങ്ങൾ ഉണർന്നെഴുന്നേൽക്കുന്ന ഉടനെ ഓം ഖം കേതുവേ നമ എന്ന മന്ത്രം 9 പ്രാവശ്യമെങ്കിലും ചെറിയ ശബ്ദത്തിൽ ഉരുവിടുന്നത് വളരെ നല്ലതാണ്. 108 തവണയായാൽ വളരെ നല്ലതാണ്. ഇത് ഏകാഗ്രതയോടെ ഉരുവിടാൻ ശ്രമിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ അശ്വതി നക്ഷത്രക്കാർ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ മാറ്റങ്ങൾ ഉണ്ടാവുന്നതാണ്. ഇത് അശ്വതി നക്ഷത്രക്കാരുടെ പൊതുവായിട്ടുള്ള ഒരു ഫലമാണ്. ഇത് നിങ്ങളുടെ ജന്മസമയം അനുസരിച്ച് ഇതിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവാം. എന്നിരുന്നാലും ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ നിങ്ങൾക്ക് ഇത് വന്ന് ഭവിക്കുന്നതാണ്. അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.